ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എന്താണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്? ഇവിടെ ഞാനിന്നൊരു ഗോതമ്പ് പുട്ടാണ് ഉണ്ടാക്കിയത്. അപ്പം നമ്മൾ ഗോതമ്പ് പുട്ടുണ്ടാക്കുമ്പോൾ സാധാരണ അതൊന്ന് കുഴയാറുണ്ട് പൊടി നനയ്ക്കുമ്പോൾ ഇല്ലേ. അപ്പോൾ അതിനൊരു പൊടിക്കൈയുണ്ട്. അപ്പോൾ വറുത്ത് വെച്ച ഗോതമ്പ് പൊടിയാണ്. അപ്പോൾ ഞാനതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ സാധാരണ പുട്ട് നനയ്ക്കുന്നത് പോലെ തന്നെ നനച്ചെടുക്കുന്നു. ഇത് ഞാൻ തിളപ്പിച്ചാറ്റിയ വെള്ളമാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ എന്തായാലും കുഴച്ച് വരുമ്പോൾ ഗോതമ്പ് പൊടി കുഴച്ച് വരുന്ന സമയത്ത് എന്തായാലും കട്ട കെട്ടും, ഉരുണ്ടുരുണ്ട് വരും. അപ്പം അത് നമ്മൾ ഒന്ന് മാറ്റിയെടുക്കാനായിട്ട്, ഇത് മിക്കവാറും പേർക്കും അറിയാമായിരിക്കും, എങ്കിലും ഞാൻ എൻ്റെ അറിവ് അങ്ങോട്ട് പങ്കുവെക്കുന്നതേ ഉള്ളൂ. കണ്ടോ, ഇതേപോലെ കട്ട കെട്ടി വരും. അപ്പോൾ അത് നമുക്കൊന്ന് മാറ്റിയെടുക്കാൻ നമ്മളൊരു ചെറിയ മിക്സിയുടെ ജാറെടുത്തു. എന്നിട്ട് ജാറെടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഗോതമ്പ് പൊടി, ഇത് വറക്കാത്ത പൊടിയാണ് കേട്ടോ, അപ്പോൾ ഒരു സ്പൂൺ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് ഈ നമ്മുടെ കട്ട കെട്ടിയിരിക്കുന്ന ഗോതമ്പ് പൊടി, ഗോതമ്പ് നനച്ചത് അതിലേക്ക് ഇട്ട് കൊടുത്തു. എന്നിട്ട് ഇനി നമ്മൾ വീണ്ടും അതിൻ്റെ മുകളിലേക്ക് ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ മിക്സിയിലൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ സാധാരണ അരയ്ക്കുന്ന പോലെ വലത്തോട്ടല്ല തിരിക്കേണ്ടത്. ഇത് പോസ് ബട്ടൺ ഉണ്ടല്ലോ ലെഫ്റ്റ് സൈഡിലോട്ട്, അപ്പോൾ ഇങ്ങനെ നമ്മളൊന്ന് തിരിച്ച് ഇങ്ങനെ കൊടുക്കുക 2-3 പ്രാവശ്യം. എന്നിട്ട് നമ്മൾ തുറന്ന് നോക്കണം, കട്ടയൊക്കെ മാറിയൊന്ന് കണ്ടല്ലോ, നല്ല പൊടി തരിപ്പായിട്ട് വന്നത് കണ്ടോ. അപ്പോൾ ഇതാദ്യം നമ്മൾ കുഴച്ച് വെച്ചത്, ഇത് നമ്മൾ മിക്സിയിൽ അടിച്ചത്, ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം കണ്ടില്ലേ. ഇത് നമ്മൾ സാധാരണ പുട്ടുണ്ടാക്കുന്നത് പോലെ തന്നെ നാളികേരം ഇടുന്നു, പുട്ടുപൊടി ഇടുന്നു, നാളികേരം ഇടുന്നു, പുട്ടുപൊടി ഇടുന്നു. ഇങ്ങനെ അങ്ങോട്ട് നമ്മൾ എടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന പുട്ട് എങ്ങനെ ഇരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പം നമ്മൾ ഇത് ഒന്ന് നിറച്ച് കൊടുത്തിട്ട് ഓരോരുത്തരും ഉണ്ടാക്കുന്ന സ്റ്റൈലിൽ, എൻ്റെ മക്കൾക്ക് രണ്ടിനും അരിപ്പുട്ടിനേക്കാളും ഇഷ്ടം ഗോതമ്പ് പുട്ടാണ്. അതാണ് ഞാൻ ഈ ട്രിക്കൊക്കെ പഠിച്ചു വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പം നോക്കിക്കേ, ഇത് ഞാൻ എടുക്കുമ്പോഴതിൻ്റെ ആ ഒരു കണ്ടോ, എത്ര നല്ലതായിട്ട് നമ്മൾ സാധാരണ പുട്ട് പുഴുങ്ങുന്നത് പോലെ തന്നെ വന്നില്ലേ. ഇത് ഇങ്ങനെ തന്നെ ആയിരിക്കും നിങ്ങളൊക്കെ ചെയ്യുന്നത്, എങ്കിൽ പോലും അറിയാൻ വയ്യാത്ത കുറച്ച് പേര് കാണുമല്ലോ, അവർക്ക് വേണ്ടിയുള്ളൊരു വീഡിയോ ആണേ. അപ്പോൾ നോക്കിക്കേട്ടെ, നല്ല ആവശ്യാനുസരണം നമുക്കെടുത്ത് കഴിക്കാം. ഇപ്പോൾ നാളികേരത്തിനൊക്കെ നല്ല വിലയാണ്, എങ്കിലും പുട്ടിന് നാളികേരം ഇല്ലെങ്കിൽ പിന്നെ എന്തിനു കൊള്ളാം ഇല്ലേ. അപ്പം നമ്മുടെ പുട്ട് ഇങ്ങനെ ഇതുവരെ ഇങ്ങനെ ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ, ഇതൊക്കെ ഞാൻ യൂട്യൂബിൽ നിന്നാണ് പഠിച്ചെടുത്തത് കേട്ടോ. അപ്പം നമുക്ക് ഇങ്ങനത്തെ നുറുങ്ങുകളൊക്കെ വേണമെങ്കിൽ നമ്മൾ യൂട്യൂബ് ചാനലിലൊക്കെ സ്ഥിരമായിട്ട് കാണുക. അപ്പം നമ്മുടെ ഒരു യൂട്യൂബ് ചാനലുണ്ട്, അത് ക്രാഫ്റ്റ്സ് വിത്ത് ശോഭ എന്നാണ് പേര്. അപ്പം എല്ലാവരും എൻ്റെ ചാനലും കൂടെ ഒന്ന് നോക്കുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നമ്മുടെ ഫേസ്ബുക്ക് പേജും ഒന്ന് ഫോളോ ചെയ്യുക. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.